അപ്പോൾ നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റിയില്ല. നമുക്കിനി അടുത്ത ടോപ്പിക്ക് നോക്കാം. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് EIA പ്രൊസീജിയർ ഇൻ ഇന്ത്യ. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാ രാജ്യങ്ങളിലും ഇതുപോലെ ഒരു EIA ഉണ്ടായിരിക്കും, എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ഏജൻസീസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവരാണ് ആ രാജ്യങ്ങളിലുണ്ടാകുന്ന ഓരോ രാജ്യത്തും അതാത് രാജ്യങ്ങളിലെ പ്രൊപ്പോസൽസ് സ്റ്റഡി ചെയ്തിട്ട് അവിടെ എന്താണ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ഉണ്ടാവുക എന്നുള്ളൊരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത്. അവരുടെ ആ റിപ്പോർട്ട് അനുസരിച്ചിട്ടായിരിക്കും ഒരു പ്രോജക്റ്റ് ഒരു രാജ്യത്ത് നടക്കാമോ അതോ അതിൽ അല്ലെങ്കിൽ എന്ത് ചേഞ്ചസ് ആണ് അതിൽ വരുത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യാം. അപ്പോൾ ഇന്ത്യയിലത്തെ കേസ് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ഫസ്റ്റ് ഈ EIA സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഒരു 1976-77 കാലഘട്ടത്തിലാണ്. ആ സമയത്ത് നമ്മുടെ ഒരു റിവർ വാലി പ്രോജക്റ്റ് എക്സാമിൻ ചെയ്യാനായിട്ട് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജീനെ അപ്രോച്ച് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് ഒരു എൻവയോൺമെൻറ്റൽ ആംഗിളിൽ അതിനെ പറ്റിയിട്ടുള്ള സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ആ ഒരു കാലഘട്ടം തൊട്ട് ശരിക്കും പറഞ്ഞാൽ അതായത് 76-77 ടൈം തൊട്ട് നമ്മുടെ EIA ഇന്ത്യയിൽ സ്റ്റാർട്ടായിട്ടുണ്ട്. പക്ഷേ അത് എനാക്ട് ചെയ്തിട്ടുള്ളത് ഏത് വർഷത്തിലാണ്? 1986. അതായത് 76 സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എനാക്ട് ചെയ്തിട്ടുള്ളത് ഈ 1986 എന്നുള്ളൊരു വർഷത്തിലാണ്. അതിനുശേഷം EIA എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ആക്കി കഴിഞ്ഞു. പിന്നീട് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് വന്നു. ഇവിടെ നോട്ടിഫിക്കേഷൻ്റെ ഇയർ പറഞ്ഞിട്ടുള്ളത് 1986 എന്നാണ്. അതിൽ ചെറിയൊരു മാറ്റമുണ്ട് കേട്ടോ. 1994 നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ആദ്യം 1994 ജാനുവരി 27 ഒരു നോട്ടിഫിക്കേഷൻ വന്നു. അതിന് പുറമെ പിന്നീട് ഇങ്ങനെ 1994 തന്നെ മെയ് 4 അതിൽ തന്നെ ചെറിയ അമെൻമെൻറ്റ് വന്നു. അതിനുശേഷം 1997 ഏപ്രിലിൽ ഇതുപോലെ അമെൻമെൻറ്റ് വന്നു. അതുപോലെ 2000 ജാനുവരി 27 ലേറ്റസ്റ്റ് ആയിട്ട് അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. അതായത് EIAയിൽ കുറേ മാറ്റങ്ങൾ പുതിയതാക്കിയിട്ടുണ്ട് എന്ന് മീനിങ്. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രോജക്ട്സ് എങ്ങനെയാണ് ഇന്ത്യയിൽ EIA അനുസരിച്ച് എങ്ങനെയാണ് പ്രോജക്ട്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? മെയിനായിട്ട് 2 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, കാറ്റഗറി A ആൻഡ് കാറ്റഗറി B. അപ്പോൾ അതിൽ കാറ്റഗറി A എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൂടിയ തരം പ്രോജക്റ്റുകളെയാണ് കാറ്റഗറി Aയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനെ കമ്പാരിറ്റീവ്ലി ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തന്നെയാണ് നമ്മൾ ഏതിലെടുക്കുന്നത്, ഈ കാറ്റഗറി Bയിൽ കൺസിഡർ ചെയ്യുന്നത്. അതായത് കാറ്റഗറി Aയും കാറ്റഗറി Bയും എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നടത്തേണ്ട പ്രോജക്റ്റുകൾ തന്നെയാണ്. അതിൽ കാറ്റഗറി A ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നാഷണൽ ലെവൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട തരം പ്രോജക്റ്റുകളും, അതേപോലെ കാറ്റഗറി B ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് ലെവലിലായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട പ്രോജക്റ്റുകളാണ്. ഈ കാറ്റഗറി Bനെ തന്നെ ശരിക്കും പറഞ്ഞാൽ പിന്നെയും ക്ലാസിഫൈ ചെയ്തിട്ടൊക്കെ ഉണ്ട്, B1, B2 അങ്ങനെയൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ അവിടെ ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത് ഇന്ത്യയിലത്തെ കേസിൽ. ഇനി ഏതൊക്കെയാണ് A ആൻഡ് B എന്നുള്ള രീതിയിലുള്ള കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെന്ന് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് ഉണ്ട് മൈനിങ് ഓഫ് മിനറൽസ്. അങ്ങനെയുള്ള പ്രോജക്റ്റുകളാണെങ്കിൽ കാറ്റഗറി Aയിൽ പെടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50 ഹെക്ടേഴ്സ് ഓഫ് മൈനിങ് ലീസ് ഏരിയ. മൈനിങ് ലീസ് ഏരിയ 50 ഹെക്ടേഴ്സിന് മുകളിലോ അല്ലെങ്കിൽ 50 ഹെക്ടേഴ്സോ ഉള്ള തരം പ്രോജക്റ്റുകളാണെങ്കിൽ അതിനെ കാറ്റഗറി Aയിൽ പെടുത്തുന്നു. അതുപോലെ ലെസ് ദാൻ 50 ഹെക്ടേഴ്സ് ആണ് ഏരിയ എങ്കിൽ അത് കാറ്റഗറി Bയിൽ വരുന്നതാണ്. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഓഫ് ഷോർ ആൻഡ് ഓൺ ഷോർ ഓയിൽ ആൻഡ് ഗ്യാസ് എക്സ്പ്ലോറേഷൻ, ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രൊഡക്ഷൻ. അപ്പോൾ ആ ഒരു ടൈപ്പ് കാറ്റഗറി പ്രോജക്ട്സ് എല്ലാം വരുന്നത് കാറ്റഗറി Aയിലാണ്. ഓക്കെ, അപ്പോൾ കാറ്റഗറി A ഞാൻ പറഞ്ഞു എന്താ കുറച്ചും കൂടെ നാഷണൽ ലെവൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വർക്കുകളാണ് കാറ്റഗറി Aയിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ പറയുന്ന ഓഫ് ഷോർ ആൻഡ് ഓൺ ഷോർ ഓയിൽ ആൻഡ് ഗ്യാസ് എക്സ്പ്ലോറേഷൻ അങ്ങനെയുള്ള വർക്കുകൾ, അതിൻ്റെ പ്രൊഡക്ഷൻ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട വർക്കുകളാണ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റിന്. അതുകൊണ്ട് തന്നെ അത് കാറ്റഗറി Aയിൽ പെടുത്തിയിട്ടുള്ളതാണ്. നെക്സ്റ്റ് പറയുന്നത് റിവർ വാലി പ്രോജക്ട്സ്. അതിൽ തന്നെ ആ റിവർ വാലി പ്രോജക്ട്സിൽ പറയുന്നത് എന്താ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50 മെഗാവാട്ട് ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേഷനാണ് ആ ഒരു റിവർ വാലി പ്രോജക്റ്റ് കൂടെ ചെയ്യുന്നതെങ്കിൽ അത് കാറ്റഗറി A ആണ്. അതേസമയം ലെസ് ദാൻ 50 മെഗാവാട്ടും അതുപോലെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 25 മെഗാവാട്ടും ആണെങ്കിൽ അങ്ങനെയുള്ള ഹൈഡ്രോ ഇലക്ട്രിക്
പവർ ജനറേഷൻസ് എല്ലാം വരുന്നത് ഏതിലാണ്? കാറ്റഗറി ബിയിലാണ്. ഓക്കെ. അപ്പോൾ ലെസ് ദാൻ 25 എന്ന് പറയുന്ന മെഗാവാട്ട് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. അപ്പോൾ അത് അത്രയാണ് എഫക്റ്റഡ് ആവുന്നുണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് ആ ഒരു കാറ്റഗറി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. അപ്പോൾ ഗ്രേറ്റർ ദാൻ 500 മെഗാവാട്ട് ആണെങ്കിൽ 50 മെഗാവാട്ട് ആണെങ്കിൽ കാറ്റഗറി എയും 25 to 50 വരെ ഉള്ളതാണെങ്കിൽ കാറ്റഗറി ബിയും. ഈ രീതിയിലാണ് താഴേക്ക് ഇനി പറഞ്ഞിട്ടുള്ള എല്ലാ പ്രോജക്ട്സ് ഇതുപോലെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, കാറ്റഗറി എ ആൻഡ് കാറ്റഗറി ബി. അപ്പോൾ അത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിലത്തെ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻ്റ് ഒക്കെ ഷുവറായിട്ടും ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു, ഏതൊക്കെ പ്രോജക്ട്സ് എന്ത് ക്രൈറ്റീരിയ അനുസരിച്ചിട്ടാണ് കാറ്റഗറി എ ആൻഡ് കാറ്റഗറി ബി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയണം. അപ്പോൾ അത് തന്നെയാണ് ആ ടേബിളിൽ, അത് ബാക്കി നിങ്ങൾക്ക് വായിച്ചാൽ കിട്ടുന്നത് തന്നെയുള്ളൂ. നെക്സ്റ്റ് പറയുന്നത് സമ്മറി ഓഫ് EIA പ്രോസസ്സ് ആൻഡ് റഫ് ടൈം ലൈൻസ്. അപ്പോൾ എങ്ങനെയാണ് ഒരു EIA പ്രോസസ്സ് എന്താണെന്നുള്ളത് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞിരിക്കുകയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ. ഓക്കെ. അതായത് ഫോം 1 പ്രിലിമിനറി റിപ്പോർട്ട്സ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ സബ്മിഷൻ ചെയ്യുന്നത് ആരാണ് ആ വർക്ക് പ്രൊസീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനെയുള്ളവരാണ്. അതായത് ഇൻവെസ്റ്ററാണ് സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ചെയ്യുന്നുണ്ടായിരിക്കും. അവർ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഈ എക്സ്പേർട്ട് കമ്മിറ്റി എന്ന് പറയുന്നത് EIA നിർദ്ദേശിക്കുന്ന ഒരു കമ്മിറ്റി, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അവരുടെ അണ്ടറിൽ വരുന്ന ഒരു കമ്മിറ്റിയാണ് എക്സ്പേർട്ട് കമ്മിറ്റി. അവരെന്ത് ചെയ്യും? EIA തന്നെ എന്ന് പറയാം. ഓക്കെ. അവരെന്താ ചെയ്യുന്നുണ്ടായിരിക്കുക? ഇത് സ്ക്രീൻ ചെയ്യണം. ഈ ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റിന് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് കണ്ടക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാണ്. അതാണ് സ്ക്രീനിങ്. ഡിസൈഡ് പ്രോജക്റ്റ് A, B1 or B2. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബി എന്നുള്ള കാറ്റഗറീനെ പിന്നെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് A, B എന്നുള്ള ക്ലാസിഫിക്കേഷൻ തൽക്കാലം പഠിച്ചാൽ മതി. അപ്പോൾ ആ കാറ്റഗറിയിൽ A എന്നുള്ള കാറ്റഗറി ആണോ, B1 ആണോ, B2 ആണോ, അങ്ങനെയുള്ള സ്ക്രീനിങ് ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് പറയുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റേജിൽ എന്താ ചെയ്യുക? സ്കോപ്പിംഗ് ചെയ്യും അല്ലേ? കം അപ്പ് വിത്ത് ടേംസ് ഓഫ് റെഫറൻസ്, ഗൈഡ് ലൈൻസ് പോലെ ടേംസ് ഓഫ് റെഫറൻസ് എന്താണെന്നുള്ളത് പ്രൊവൈഡ് ചെയ്യും. അതാണ് എക്സ്പേർട്ട് കമ്മിറ്റി ചെയ്യുന്നുണ്ടായിരിക്കും. ഈ രണ്ട് കാര്യങ്ങളാണ് അവർ ചെയ്യുക. അത് എത്ര സമയത്തിൻ്റെ ഉള്ളിൽ ചെയ്യണം? ഒരാൾ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിത്തിൻ 60 ഡേയ്സ്, അതായത് 2 monthsൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു എക്സ്പേർട്ട് കമ്മിറ്റി സ്ക്രീനിങ് ആൻഡ് സ്കോപ്പിംഗ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെ അവർ സ്ക്രീനിങ്ങും സ്കോപ്പിങ്ങും ഒക്കെ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? പിന്നെയുള്ള വർക്ക് ആർക്കാണ്? ഇൻവെസ്റ്റർക്ക് തന്നെയാണ്. ഇൻവെസ്റ്റർ എന്ത് ചെയ്യണം? ഇവർ പറഞ്ഞ ഈ സ്കോപ്പിങ്ങിലൊക്കെ എന്തൊക്കെ ഇമ്പാക്ട്സ് ഉണ്ടാവാം എന്നുള്ളതൊക്കെ അവർ ഇഷ്യൂസ് ഡിഫൈൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിസിലായിട്ട് എന്ത് ചെയ്യണം? ഒരു പ്രിലിമിനറി EIA റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ എക്സ്പേർട്ട് കമ്മിറ്റി സ്ക്രീനിങ് ആൻഡ് സ്കോപ്പിംഗ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 120 to 150 ഡേയ്സ്, അതായത് മാക്സിമം ഒരു 5 monthsൻ്റെ ഉള്ളിലായിട്ട് എന്ത് ചെയ്തിരിക്കണം? ഇൻവെസ്റ്റർ ഒരു പ്രിലിമിനറി EIA റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്നിട്ട് അത് ആർക്കാണ് പിന്നെ കൊടുക്കുന്നത്? സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്ത് ചെയ്യും? അത് പബ്ലിക് കൺസൾട്ടേഷൻ നടത്തും. അത് അവർ ചെയ്യേണ്ട ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് വിത്തിൻ 45 days ആണ്. ഓക്കെ. അവരത് നടത്തിയതിന് ശേഷം, പബ്ലിക് കൺസൾട്ടേഷനൊക്കെ നടത്തിയതിന് ശേഷം എന്ത് ചെയ്യേണ്ടി വരും? ഇൻവെസ്റ്റർക്ക് പിന്നെ എന്ത് ചെയ്യേണ്ടി വരും? ഈ EIA റിപ്പോർട്ടിൽ അവർ പറയുന്നതിനനുസരിച്ചിട്ടുള്ള ചേഞ്ചസ് വരുത്തേണ്ടി വരും. അതാണ് അപ്ഡേറ്റ് EIA റിപ്പോർട്ട് വിത്തിൻ 15 days. ഓക്കെ. നെക്സ്റ്റ് സ്റ്റേജിൽ അങ്ങനെ ഒരു അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു EIA റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് പിന്നെ ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? ഒരു അപ്രൈസൽ കണ്ടക്ട് ചെയ്യണം. അപ്രൈസൽ എന്ന് പറയുമ്പോൾ എന്താ? അസസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ കൊടുത്ത ഈ പുതിയ EIA റിപ്പോർട്ട് ഇൻവെസ്റ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഒരു അസസ്മെൻറ്റ് നടത്തുകയാണ് ചെയ്യുന്നത്. അത് ചെയ്യുന്നതും നേരത്തെ പറഞ്ഞ എക്സ്പേർട്ട് കമ്മിറ്റി തന്നെയായിരിക്കും. അവർ 60 daysൻ്റെ ഉള്ളിൽ അവരത് അപ്രൈസൽ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിനുശേഷം ഫൈനൽ ഡിസിഷൻ ആരാണ് എടുക്കുക? റെഗുലേറ്ററി അതോറിറ്റിയാണ് എടുക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ. അപ്പോൾ റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറയുന്നത് എന്താ? EIA, ഒരു രാജ്യത്തുള്ള EIA ആണ്, എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ഏജൻസിയാണ്. എന്ത് ചെയ്യുന്നുണ്ടാവുക? ഫൈനൽ ഡിസിഷൻ എടുക്കുക. വിത്തിൻ 30 days അവർ ഫൈനൽ ഡിസിഷൻ എടുക്കുകയും എന്നിട്ട് ആ പ്രൊപ്പോസൽ ഫോർവേഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം അപ്പോൾ അതിന് തീരുമാനമാവുകയും ചെയ്യും.
അപ്പോൾ അത്രയാണ് നമ്മുടെ ഇന്ത്യയിലത്തെ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ പറയേണ്ടത്. അപ്പോൾ ഇത് മാത്രമല്ല, കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ നോട്ടിൽ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇമ്പാക്റ്റ് അനാലിസിസ് ആണ് പറയുന്നത്. അതായത് നമ്മുടെ EIAയുടെ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടാവുന്നു എന്നുള്ളത് അനലൈസ് ചെയ്യാനുള്ള കുറച്ച് മെത്തേഡ്സാണ് പറയുന്നത്. മെയിനായിട്ട് 3 മെത്തേഡ്സാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? ചെക്ക് ലിസ്റ്റ്, മാട്രിക്സ് മെത്തേഡ് ആൻഡ് ഓവർലേ അനാലിസിസ്. അപ്പോൾ ആ ചെക്ക് ലിസ്റ്റ് എന്നുള്ളത് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുക എന്താ, നമ്മളും ചെയ്യാറുണ്ട് അല്ലേ? ചില കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? ചെക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും. അതായത് ഒരു ക്വസ്റ്റ്യനെയർ എന്ന് പറയാം അതിന്. കുറേ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ടാവും. ആ ക്വസ്റ്റ്യൻസിനെല്ലാം ഉള്ള ആൻസർ കണ്ടുപിടിക്കുന്നതിലൂടെ എന്ത് മനസ്സിലാക്കാം? ആ ഒരു കാര്യത്തിനെ നമുക്ക് അസസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് പറയുന്നത് ലിസ്റ്റിംഗ് ഓഫ് പൊട്ടൻഷ്യൽ എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട്സ്. അതിൽ തന്നെ പല കാറ്റഗറി ഉണ്ട്. അതാണ് ഈ സിമ്പിൾ ചെക്ക് ലിസ്റ്റ്, ഡിസ്ക്രിപ്റ്റീവ് ചെക്ക് ലിസ്റ്റ്, സ്കെയിലിംഗ് ചെക്ക് ലിസ്റ്റ്, സ്കെയിലിംഗ് വെയിങ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നതൊക്കെ. അപ്പോൾ അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള മോഡലാണ് സിമ്പിൾ ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ സിംപ്ലി ക്വസ്റ്റ്യനെയർ എന്നും പറയാം. അപ്പോൾ ഏറ്റവും ബേസിക്കായിട്ട് ചെയ്യുന്ന സ്റ്റെപ്പാണ് എന്ത്? ഈ സിമ്പിൾ ചെക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യൽ. ആ സിമ്പിൾ ചെക്ക് ലിസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എല്ലാം യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഈ ഒരു പർട്ടിക്കുലർ കാര്യം ഈ ഒരു കാര്യത്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ? യെസ് ഓർ നോ. അതിൻ്റെ യെസ് ഓർ നോ ആൻസേഴ്സ് മാത്രമേ നമ്മളവിടെ പറയേണ്ട കാര്യമുള്ളൂ, അല്ലാതെ അതിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ പറയുന്നില്ല. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സിമ്പിൾ ചെക്ക് ലിസ്റ്റ് കൊണ്ട് അനാലിസിസ് എത്രത്തോളം നടക്കുമെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ രീതിയിലേ നടക്കുള്ളൂ. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സിമ്പിൾ ചെക്ക് ലിസ്റ്റിനെ ബേസ് ചെയ്ത് നമുക്ക് കുറേ ഡാറ്റ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അതായത് യെസ് എന്ന് വരുന്ന കാറ്റഗറി എല്ലാം കൂടെ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? നമുക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റ് ഏതൊക്കെ രീതിയിൽ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെയുള്ള ചെക്ക് ലിസ്റ്റിനെയാണ് സിമ്പിൾ ചെക്ക് ലിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. സിംപ്ലി ക്വസ്റ്റ്യനെയർ മാത്രം, യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഡിസ്ക്രിപ്റ്റീവ് ചെക്ക് ലിസ്റ്റാണ് അടുത്ത ടൈപ്പ്. ഡിസ്ക്രിപ്റ്റീവ് ചെക്ക് ലിസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ആ ഇമ്പാക്റ്റ് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാവുന്നുണ്ട് അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനും കൂടെ അതിൻ്റെ ഒപ്പം പറയുന്നുണ്ടാവും. ആ ഒരു ചെക്ക് ലിസ്റ്റിൽ ഈ ഒരു പർട്ടിക്കുലർ ഇമ്പാക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ ആ ഇമ്പാക്റ്റ് ഏതൊക്കെ രീതിയിൽ എഫക്റ്റ് ചെയ്യണു, എങ്ങനെയുള്ള ആളുകളെ എഫക്റ്റ് ചെയ്യണു, അതിനു വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള ആ ഒരു പർട്ടിക്കുലർ കാര്യത്തിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ കൂടെ അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഡിസ്ക്രിപ്ഷൻ കൂടെ ഇതിൻ്റെ ഒപ്പം പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു ചെക്ക് ലിസ്റ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് ഒരുവിധമൊക്കെ ആ ഒരു പ്രോജക്റ്റിൻ്റെ ഇമ്പാക്റ്റ് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് സ്കെയിലിംഗ് ചെക്ക് ലിസ്റ്റ്. സ്കെയിലിംഗ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ആ പേര് തന്നെ മനസ്സിലാക്കാൻ എത്രത്തോളം ഇമ്പാക്റ്റ് അതിനുണ്ടാകുന്നുണ്ട് എന്നുള്ള, എത്ര സ്കെയിലിൽ ആ ഒരു കാര്യം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് സ്കെയിലിംഗ് ചെക്ക് ലിസ്റ്റ് പറയുന്നത്. അടുത്ത സ്കെയിലിംഗ് ആൻഡ് വെയിങ് ചെക്ക് ലിസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര സ്കെയിലിൽ ഉണ്ടാവണമെന്ന് പറയാം. വെയിങ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റ് കാരണം ഒരുപാട് ഇമ്പാക്ട്സ് നമുക്ക് എൻവയോൺമെൻറ്റിന് ഉണ്ടാകുന്നുണ്ടായിരിക്കാം. അപ്പോൾ ആ അത്രയും ഇമ്പാക്ട്സ് ഉള്ളതിൽ എല്ലാ ഇമ്പാക്റ്റിനെയും നമ്മൾ ഒരേപോലെ കൺസിഡർ ചെയ്താൽ പോരാ. ചില ഇമ്പാക്റ്റുകൾ, ചില പർട്ടിക്കുലർ ആക്ഷൻസ് കാരണം ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ അധികം ഇമ്പോർട്ടൻസ് ഉള്ളതായിരിക്കും. അത് കാരണം ഉണ്ടാകുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത് ബാക്കി ഇമ്പാക്റ്റുകളെ അപേക്ഷിച്ച് കുറച്ചും കൂടെ എന്താ പറയുക, നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട തരം ഇമ്പാക്റ്റുകളുണ്ടായിരിക്കും. അപ്പോൾ അതിന് നമ്മളൊരു വെയിറ്റേജും കൂടെ പ്രൊവൈഡ് ചെയ്യും. സ്കെയിലിങ്ങിന് പുറമെ എന്തും കൂടെ ചെയ്യാണ്, ആ ഒരു പർട്ടിക്കുലർ ഇമ്പാക്റ്റിന് കൂടുതൽ വെയിറ്റേജ് കൊടുത്തിട്ട് അതിനെ അസസ് ചെയ്യുക. അങ്ങനെയുള്ളതിനെയാണ് എന്ത് പറയുന്നത്, സ്കെയിലിംഗ് വെയിങ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ കാണിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വണ്ണിൻ്റെ ഒരു എക്സാമ്പിളാണ്, സിമ്പിൾ ചെക്ക് ലിസ്റ്റിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ ഒരു ടേബിളിൽ കാണിച്ചിട്ടുള്ളത്. ഇത് എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിഞ്ഞുകൂടാ. ഇതൊരു കൺസ്ട്രക്ഷൻ്റെ ബേസിസിലുള്ള പോലത്തെ ഒരു ക്വസ്റ്റ്യനെയറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. പൊട്ടൻഷ്യൽ ഇമ്പാക്റ്റ് ഏരിയ, ലാൻഡ് ട്രാൻസ്ഫോർമേഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ. അതിൽ കൺസ്ട്രക്ഷൻ ഫേസിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ, കോമ്പാക്ഷൻ ആൻഡ് സെറ്റിലിംഗ്. ആ കോമ്പാക്ഷൻ ആൻഡ് സെറ്റിലിംഗ് കാരണം, കോമ്പാക്ഷൻ ആൻഡ് സെറ്റിലിംഗ് എന്നുള്ളതാണ് നമ്മുടെ സൈഡിൽ നിന്നുള്ള ഒരു ആക്ഷൻ എന്ന് പറയുന്നത്. ആ ആക്ഷൻ കാരണം കൺസ്ട്രക്ഷൻ ഫേസിൽ എന്ത് ഇഫക്റ്റ് ഉണ്ടാവണോ എന്നുള്ളതാണ്. അഡ്വേഴ്സ് ഇഫക്റ്റ് ആണോ, നോ ഇഫക്റ്റ് ആണോ, ബെനിഫിഷ്യൽ ഇഫക്റ്റ് ആണോ.
അപ്പോൾ കണ്ടോ ആ ഒരു യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതല്ലാതെ കൂടുതൽ അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല, അതിനെ പറ്റിയുള്ള എക്സ്പ്ലനേഷൻസോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ അഡ്വേഴ്സ് ഇഫക്റ്റ് ആണെങ്കിൽ അതിന് നേരെ ടിക്ക് ചെയ്യുക, അതല്ല ഇഫക്റ്റ് ഒന്നും ഉണ്ടാവുന്നില്ല എന്നാണെങ്കിൽ ആ നോ ഇഫക്റ്റിന് നേരെ ടിക്ക് ചെയ്യുക. അങ്ങനെ ഇറോഷൻ അടുത്തൊരു ഇത് പറഞ്ഞിരിക്കുകയാണ്, ഇറോഷൻ എത്രത്തോളം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇറോഷൻ കാരണം എന്ത് ഇഫക്റ്റ് ഉണ്ടാവണം, അപ്പോൾ അഡ്വേഴ്സ് ഇഫക്റ്റ് ആണോ, നോ ഇഫക്റ്റ് ആണോ, ബെനിഫിഷ്യൽ ഇഫക്റ്റ് ആണോ, അപ്പോൾ അതിന് നേരെ. അതേപോലെ ആ ഓപ്പറേറ്റിംഗ് ഫേസിലും അഡ്വേഴ്സ് ഇഫക്റ്റ് ആണോ, നോ ഇഫക്റ്റ് ആണോ, ബെനിഫിഷ്യൽ ഇഫക്റ്റ് ആണോ, ആ രീതിയിൽ മാത്രം എന്ത് ചെയ്യണം, ഒരു ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്തിട്ട് ഈ ഓരോ പർട്ടിക്കുലർ ആക്ടിവിറ്റിയും എങ്ങനെ എഫക്റ്റ് ചെയ്യണോ, അഡ്വേഴ്സിൽ എഫക്റ്റ് ചെയ്യണോ അതോ ഇഫക്റ്റ് ഒന്നും ഇല്ലേ, അത് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഇഫക്റ്റ് ആണോ ഉണ്ടാകുന്നത്, അത് അസസ് ചെയ്യാണ് ഈ ഒരു മെത്തേഡിൽ ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ മെത്തേഡ് വേണമെങ്കിൽ നമുക്കതൊരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള മെത്തേഡിന് എക്സാമ്പിളാണെന്നൊക്കെ വേണം പറയാം. എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പ്രോജക്റ്റ് വരുന്നത് കാരണം എംപ്ലോയ്മെൻറ്റ് എന്നുള്ളൊരു ഫാക്ടറിനെ എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ എംപ്ലോയ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എംപ്ലോയ്മെൻറ്റിൽ ഉള്ള എന്തൊക്കെ ഇമ്പാക്റ്റുകൾ നമ്മൾ കൺസിഡർ ചെയ്യണം, ചേഞ്ച് ഇൻ നമ്പേഴ്സ് ആൻഡ് പെർസെൻറ്റ്, അതായത് എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകളുടെ നമ്പർ ആൻഡ് പെർസെൻറ്റേജിലുള്ള ചേഞ്ച് എത്രയാണെന്നുള്ളത്, എംപ്ലോയിഡ്, അൺഎംപ്ലോയിഡ് ആൻഡ് അണ്ടർ എംപ്ലോയിഡ് ബൈ സ്കിൽ ലെവൽ. അപ്പോൾ എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർ എത്രയുണ്ട്, അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർ എത്രയുണ്ട്, അതുപോലെ അണ്ടർ എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർ എത്രയുണ്ട്. അണ്ടർ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ, അവരുടെ സ്കില്ലനുസരിച്ചിട്ടുള്ള ജോബ് അവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, അങ്ങനെയുള്ള ജോലി ആയിരിക്കില്ല അവർ ചെയ്യുന്നുണ്ടായിരിക്കുക, അങ്ങനെയുള്ളവരെയാണ് അണ്ടർ എംപ്ലോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എത്ര ഉണ്ട് എന്നുള്ളതാണ് ആ എംപ്ലോയ്മെൻറ്റ്. അത്രയും എംപ്ലോയ്മെൻ്റ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ എംപ്ലോയ്മെൻറ്റിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളവിടെ കൺസിഡർ ചെയ്യേണ്ടത്. എത്ര പേര് എംപ്ലോയിഡ് ആവാം, എത്ര പേര് അൺഎംപ്ലോയിഡ് ആയിട്ടുണ്ടാവാം, എത്ര പേര് അണ്ടർ എംപ്ലോയിഡ് ആയിട്ടുണ്ടാവാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് അസസ് ചെയ്യാൻ പറ്റുക, ഒന്നെന്ന് പറയുന്നത് ഡയറക്റ്റ് ഫ്രം ന്യൂ ബിസിനസ്, അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, എസ്റ്റിമേറ്റഡ് ഫ്രം ഫ്ലോർ സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ അതിൽ ഇത്ര ഫ്ലോർ സ്പേസിൽ എത്ര പേർക്ക് ജോലി ഉണ്ടായിരിക്കും, അതിനെയാണ് ആ ഫ്ലോർ സ്പേസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലോക്കൽ റെസിഡൻഷ്യൽ പാറ്റേൺ എന്താണെന്നുള്ളത് എടുക്കാം, അല്ലെങ്കിൽ എന്നല്ല ഇതൊക്കെ എടുക്കണം, എന്നിട്ടാണ് നമുക്ക് ഈ ഒരു കാര്യം എംപ്ലോയ്മെൻറ്റ് എന്നുള്ളൊരു ഫാക്ടറിനെ നമുക്ക് അസസ് ചെയ്യാൻ പറ്റുള്ളൂ. ലോക്കൽ റെസിഡൻഷ്യൽ പാറ്റേൺ എന്താണെന്നുള്ളത് നോക്കണം, അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ഇമിഗ്രേഷൻ എത്രയാണെന്നുള്ളത് നോക്കണം, അതേപോലെ കറൻറ്റ് അൺഎംപ്ലോയ്മെൻറ്റ് പ്രൊഫൈൽ എങ്ങനെയാണെന്നുള്ളത് നോക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അതായത് ആ റൈറ്റ് സൈഡിൽ പറഞ്ഞിട്ടുള്ള ആ ബേസസ് എല്ലാം സ്റ്റഡി ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, നമ്മുടെ ഈ പർട്ടിക്കുലർ പ്രോജക്റ്റ് കാരണം എംപ്ലോയ്മെൻറ്റ് എന്നുള്ളൊരു ഫാക്ടറിൽ എന്തൊക്കെ ചേഞ്ചസ് വരാം എന്നുള്ളത്, ആ ചേഞ്ചസ് ഇൻ നമ്പേഴ്സ് ആൻഡ് പേഴ്സൻറ്റ്, എത്ര നമ്പർ ആളുകൾക്ക് എംപ്ലോയിഡ് ആയി, അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് ആളുകൾ അൺഎംപ്ലോയിഡ് ആയി, എത്ര പെർസെൻറ്റേജ് ആളുകളാണ് എംപ്ലോയിഡ് ആയത് അല്ലെങ്കിൽ അൺഎംപ്ലോയിഡ് ആയത്, അതായത് എംപ്ലോയിഡ്, അൺഎംപ്ലോയിഡ്, അണ്ടർ എംപ്ലോയിഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് നമ്മുടെ ഈ ആക്ടിവിറ്റി കാരണം ഈ പറഞ്ഞ എംപ്ലോയ്മെൻ്റ് എന്നുള്ളൊരു ഫാക്ടറിൽ എന്തൊക്കെ ചേഞ്ച് വന്നു. അപ്പോൾ അത് ചേഞ്ച് അനലൈസ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിരിക്കണം, റൈറ്റ് സൈഡിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അസസ് ചെയ്തിട്ടുണ്ടാവണം. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ആ ലെഫ്റ്റ് സൈഡിൽ പറയുന്ന കാര്യങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ, എത്ര പേർക്ക് എങ്ങനെയൊക്കെ വ്യത്യാസം വരും എന്നുള്ളത്. അതേപോലെ തന്നെയാണ് വെൽത്ത് എന്ന് പറഞ്ഞിട്ട് അടുത്തതുണ്ട്. അപ്പോൾ ചേഞ്ച് ഇൻ ലാൻഡ് വാല്യൂസ് എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ടാവാം, അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഓഫ് സിമിലർലി സോൺഡ് ലാൻഡ്, ഇതേപോലെയുള്ള ലാൻഡുകളുടെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് എത്രയാണ് എന്നുള്ളത് നോക്കുക. എൻവയോൺമെൻറ്റൽ ചേഞ്ചസ് നിയർ ബൈ ഏരിയാസിലുണ്ടായിട്ടുള്ള എൻവയോൺമെൻറ്റൽ ചേഞ്ചസ് എന്താണെന്ന് നോക്കുക. അതിനൊക്കെ അനുസരിച്ചിട്ടാണ് അവിടെ എന്തുണ്ടാകാൻ പോകുന്നത്, ലാൻഡ് വാല്യൂവിൽ ചേഞ്ച് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, എത്രത്തോളം ലാൻഡ് വാല്യൂവിൽ ചേഞ്ച് ഉണ്ടാവണു എന്നുള്ളത് അസസ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെയാണ് അടുത്ത് പറഞ്ഞിട്ടുള്ള നാച്ചുറൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ, നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ എന്തിനൊക്കെ ചേഞ്ചസ് ഉണ്ടാവാം, എന്തിലൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാവാൻ പോകുന്നത്, എയർ ക്വാളിറ്റിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാവാം, ന്യൂയിസൻസ് അതിൽ മാറ്റം ഉണ്ടായിരിക്കാം, അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്, വാട്ടർ ക്വാളിറ്റിയിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്താണ്, നോയ്സിലുണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്താണ്, ഇങ്ങനെയുള്ള ഇമ്പാക്ട്സ് എല്ലാം നമ്മൾ അനലൈസ് ചെയ്യണം. ഇങ്ങനെയുള്ള ഇമ്പാക്ട്സ് അനലൈസ് ചെയ്യണമെങ്കിൽ അതിനായിട്ടുള്ള ബേസസ് ആണ് റൈറ്റ് സൈഡിൽ പറയുന്നത്. അതായത് എയർ ക്വാളിറ്റിയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, അതിൻ്റെ ഇമ്പാക്റ്റ് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, നമ്മൾ കറൻറ്റ് ആംബിയൻറ്റ് കോൺസെൻട്രേഷൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടാകണം. കറൻറ്റ് ആൻഡ് എക്സ്പെക്റ്റഡ് എമിഷൻസ് എത്രയാണെന്നുള്ളത് നമുക്ക് അറിയുന്നുണ്ടായിരിക്കണം.
ഡിസ്പേർഷൻ മോഡൽസ് ആൻഡ് പോപ്പുലേഷൻ മാപ്സ് നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇതൊക്കെ അനലൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രോജക്റ്റിൽ ഈ പറയുന്ന എയർ ക്വാളിറ്റിയിൽ എന്തൊക്കെ ചേഞ്ചസ് വരും എന്നുള്ളത് നമുക്ക് അസസ് ചെയ്യാം. അത് തന്നെയാണ് ആ ടേബിൾ ഫുൾ പറയുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ കാര്യത്തിനെ അസസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിന് ബേസസ് ആയിട്ട് വെക്കുന്നത്, ആ പർട്ടിക്കുലർ കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് എന്ത് ഇമ്പാക്റ്റാണ് നമ്മുടെ പാരാമീറ്റേഴ്സിൽ വരുന്നത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ അതാണ് ചെക്ക് ലിസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു മെത്തേഡ് എന്ന് പറയുന്നതാണ് മാട്രിക്സ് മെത്തേഡ്. ഈ മാട്രിക്സ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ആ പേര് കേട്ടിട്ട് മാട്രിക്സിൻ്റെ മാത്തമാറ്റിക്കൽ റിലേഷൻ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ വിചാരിക്കേണ്ട. അങ്ങനത്തെ യാതൊരു ബന്ധമില്ല മാട്രിക്സ് എന്നുള്ളതുകൊണ്ട്. മാട്രിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മാട്രിക്സ് എങ്ങനെ ഒരു ടേബിൾ പോലത്തെ ഒരു ഫോർമാറ്റിലായിട്ടല്ലേ വരിക, അതേപോലത്തെ ഒരു ഫോർമാറ്റിൽ ഈ ഒരു മെത്തേഡ് ചെയ്യണമെന്നുള്ളത് കൊണ്ടാണ് മാട്രിക്സ് മെത്തേഡ് എന്ന് അതിന് പേര് വന്നിട്ടുള്ളത്. അപ്പോൾ മാട്രിക്സ് മെത്തേഡിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് കൺസിഡർ ചെയ്യുക. ഒന്ന് എന്താ, പ്രോജക്റ്റ് ആക്ഷനും, രണ്ടാമത്തേന്ന് പറയുന്നത് എൻവയോൺമെൻറ്റൽ പാരാമീറ്ററും. അപ്പോൾ ഓരോ പ്രോജക്റ്റ് ആക്ഷൻ കാരണം എൻവയോൺമെൻറ്റൽ പാരാമീറ്ററിൽ എന്ത് ചേഞ്ച് ഉണ്ടാവണോ എന്നുള്ളതാണല്ലോ നമ്മൾ നോക്കുന്നത് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇവിടെ മാട്രിക്സ് എന്ന് പറയുമ്പോൾ ഒരു റെക്റ്റാങ്കിളാണ് ഉദ്ദേശിക്കുന്നത്. ഒരു റെക്റ്റാങ്കിൾ ആയിട്ട് ഇതിനെ കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് ആക്ഷൻ നമ്മൾ എക്സ് ആക്സിസിലും അതേപോലെ ആ പ്രോജക്റ്റ് ആക്ഷൻ കാരണം ഉണ്ടാകുന്ന നമ്മൾ അസസ് ചെയ്യുന്ന എൻവയോൺമെൻറ്റൽ പാരാമീറ്റർ വൈ ആക്സിസിലുമായിട്ട് കാണിച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഈ പ്രോജക്റ്റ് ആക്ഷനും എൻവയോൺമെൻറ്റൽ പാരാമീറ്ററും തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ എന്താണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. ഈ പ്രോജക്റ്റ് ആക്ഷൻ കാരണം എൻവയോൺമെൻറ്റൽ പാരാമീറ്ററിന് എന്ത് ചേഞ്ചാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഇത് തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ അത് തന്നെയാണ് കേട്ടോ, അതൊന്ന് വായിച്ചാൽ മതി. അങ്ങനെ ബന്ധമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, പ്രോജക്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് എക്സ് ആക്സിസിലും എൻവയോൺമെൻറ്റൽ പാരാമീറ്റർ എന്ന് പറയുന്നത് വൈ ആക്സിസിലുമായിട്ട് മാർക്ക് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? ഇത് രണ്ടും നമ്മൾ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ, പ്രോജക്റ്റ് ആക്ഷൻ എൻവയോൺമെൻറ്റൽ പാരാമീറ്ററിനെ അഫക്റ്റ് ചെയ്യും എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു റെക്റ്റാങ്കിളിൽ ഒരു ഡയഗണൽ ലൈൻ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഇവിടെ എന്താ ഉണ്ടാകുന്നത് വെച്ചാൽ ഒരു കോസും ആ കോസ് കാരണം ഉണ്ടാകുന്ന ഇഫക്റ്റും അത് തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ്, അതിൻ്റെ ഒരു ഇൻഫർമേഷനാണ് ഈ ഒരു മാട്രിക്സ് മെത്തേഡിൽ തരുന്നത്. അപ്പോൾ ഇവിടെ ഇത് തമ്മിൽ എന്തെങ്കിലും ഒരു ഇൻട്രാക്ഷൻ ഈ രണ്ട്, അതായത് ഈ പ്രോജക്റ്റ് ആക്ടിവിറ്റിയും എൻവയോൺമെൻറ്റൽ ആസ്പെക്റ്റും കൂടെ ജോയിൻ ചെയ്യുന്ന പോർഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഇൻറ്ററാക്ഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രാക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നിന്ന് ഒരു ഡയഗണൽ ലൈൻ വരയ്ക്കണം. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ള ഡയഗണൽ ലൈൻ. എന്നിട്ട് ആ ഡയഗണൽ ലൈനിൻ്റെ മുകളിലത്തെ ഭാഗത്ത്, അതായത് ടോപ്പ് ലെഫ്റ്റിലൊരു ട്രയാങ്കിൾ വന്നിട്ടുണ്ടാവും, അതുപോലെ ബോട്ടം റൈറ്റിലൊരു ട്രയാങ്കിൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ ടോപ്പ് ലെഫ്റ്റിൽ കാണിക്കുന്നത് നമ്മൾ എപ്പോഴും എഴുതുക എബോവ് ഡയഗണൽ നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. അതുപോലെ ബിലോ ഡയഗണൽ നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും സിഗ്നിഫിക്കൻസും ആയിരിക്കും. ഓക്കെ, ഡയഗണലിൻ്റെ മുകളിൽ മാഗ്നിറ്റ്യൂഡും ഡയഗണലിൻ്റെ താഴെ സിഗ്നിഫിക്കൻസുമാണ് മാർക്ക് ചെയ്യുക. അപ്പോൾ ഡയഗണലിൻ്റെ മുകളിൽ ഇപ്പോൾ ഈ പറയുന്ന മാർക്ക് ചെയ്യുക എന്ന് പറഞ്ഞല്ലോ മാഗ്നിറ്റ്യൂഡും സിഗ്നിഫിക്കൻസും എന്ന്. മാഗ്നിറ്റ്യൂഡും സിഗ്നിഫിക്കൻസും ഒക്കെ നമ്മൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അനുസരിച്ച് 1 to 10 വരെയുള്ള വാല്യൂസ് കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ പർട്ടിക്കുലർ പ്രോജക്റ്റ് ആക്ടിവിറ്റി എത്രത്തോളം എൻവയോൺമെൻറ്റിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? സ്കെയിൽ ഓഫ് ആക്ഷൻ ആൻഡ് ഇറ്റ്സ് തിയററ്റിക്കൽ എക്സ്റ്റെൻറ്റ്. എത്ര സ്കെയിലിൽ ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുന്നു, അതുപോലെ അതിൻ്റെ ഒരു തിയററ്റിക്കൽ എക്സ്റ്റെൻറ്റ്. തിയററ്റിക്കലി സ്പീക്കിംഗ് ആ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എത്രത്തോളം തിയററ്റിക്കലി അതിനെ അഫക്റ്റ് ചെയ്യും എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു നമ്പർ മാത്രമാണ്. ഓക്കെ, ഇനി സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിയൽ ഇമ്പോർട്ടൻസ് ഓഫ് ദി പ്രോജക്റ്റാണ് സിഗ്നിഫിക്കൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തിയററ്റിക്കലി നമ്മൾ അസസ് ചെയ്യുന്നത് ചിലപ്പോൾ എന്തായിരിക്കാം? ഒരു പർട്ടിക്കുലർ വാല്യൂ ആയിരിക്കാം. പക്ഷേ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കാം?
റിയൽ ഇമ്പോർട്ടൻസ് ഓഫ് ദ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ അസസ് ചെയ്ത വാല്യൂന്ന് നല്ല ഡിഫറൻസ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ സിഗ്നിഫിക്കൻസ് ശരിക്കും സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ എഴുതുന്ന ആ വാല്യൂ ശരിക്കും എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇവാലുവേഷൻ ഓഫ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അക്കോർഡിംഗ് ടു അസസേഴ്സ് ജഡ്ജ്മെൻറ്റ്. അസസർ ആദ്യം ജഡ്ജ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ആ മാഗ്നിറ്റ്യൂഡിൽ